പ്രിയപ്പെട്ടവരെ, സിനിമാ നോട്ടത്തിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മെ വിട്ടുപിരിഞ്ഞ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സലീം കുമാറിനെ കുറിച്ചാണ്. സലീം കുമാർ എന്തൊക്കെയാണ് മലയാളികൾക്ക് നൽകിയത്, മലയാള സിനിമയ്ക്ക് സംവിധാനം ചെയ്തത്, ഇതിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ എപ്പിസോഡ്. സലീം കുമാറിന്റെ ആദ്യകാല സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഹാസ്യതാരം എന്നുള്ള നിലയിൽ തന്നെയാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ടച്ചക്കൻ, അതുപോലെ മാട്ടുപ്പെട്ടി മച്ചാൻ, ആ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, അത് റീഷൂട്ട് ചെയ്ത അതിന്റെ ഒരു വേർഷൻ, ഇങ്ങനത്തെ ചില സിനിമകളിലൂടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് എത്തുന്നതും ചില രസമുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് മലയാളികൾക്ക് പരിചിതനാവുന്നതും. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു കരിയർ മാറ്റിയ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ അത് തെങ്കാശിപ്പട്ടണമാണ്. തെങ്കാശിപ്പട്ടണം പല രീതിയിൽ മലയാള സിനിമയിൽ വലിയൊരു മാറ്റം സൃഷ്ടിച്ച ചിത്രമാണ്. പ്രധാനമായിട്ടും നായകൻ നായിക എന്നതിനപ്പുറത്തേക്ക് ഈ ഹാസ്യ കഥാപാത്രങ്ങൾ സിനിമയുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് തെങ്കാശിപ്പട്ടണത്തിലുള്ളത്. അത് സലിംകുമാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. തെങ്കാശിപ്പട്ടണം അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും ഒരു ബ്രേക്ക് തന്നെയായിരുന്നു. സലിംകുമാറിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായിട്ട് എനിക്ക് തോന്നുന്നത് 2002ആണ്. 2002 റിലീസ് ചെയ്തിട്ടുള്ള മീശ മാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, കല്യാണരാമൻ, ഈ ചിത്രങ്ങളെല്ലാം തന്നെ സലിംകുമാർ എന്ന ഹാസ്യ പ്രതിഭയെ മലയാളികളുടെ മനസ്സിലേക്ക് ഇനി ഒരിക്കലും മാറാൻ പറ്റാത്ത വണ്ണം അങ്ങ് ഉറപ്പിച്ചു വെക്കുന്നുണ്ട്. ഈ 4 ചിത്രങ്ങളിലും ശ്രദ്ധിച്ചാൽ അറിയാം സലിംകുമാറിന്റെ കഥാപാത്രങ്ങൾ വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കല്യാണരാമനിലേക്ക് കഥാപാത്രം ഒരു ക്ലാസിക് സലിംകുമാർ കഥാപാത്രമാണ്. അത് അദ്ദേഹം തന്നെ ഒരുപാട് ഇംപ്രോവൈസ് ചെയ്ത കഥാപാത്രം എന്നൊക്കെ പിന്നീട് എനിക്ക് തോന്നുന്നു ഷാഫി പറയുന്നുണ്ട്. തന്റെ കഴിവുകൊണ്ട് സിനിമയുടെ ഒരു ഗ്രാഫ് തന്നെ മാറ്റാനായിട്ട് അത്രയും ശേഷിയുള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു സലിംകുമാർ. പിന്നീട് പുലിവാൽ കല്യാണമൊക്കെ എത്തുമ്പോഴേക്കും ഏതാണ്ട് നായകന് തുല്യനായി തന്നെ സലിംകുമാറിന്റെ കഥാപാത്രം മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ മലയാളി തിയേറ്ററിലേക്ക് എത്തുന്നത് നായകന്റെയും കഥ കാണാൻ മാത്രമല്ല, സലിംകുമാറെ കാണാൻ കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് പുലിവാൽ കല്യാണത്തിലെ മണവാളൻ എന്ന കഥാപാത്രം, പിന്നീട് മണവാളൻ എന്ന വാക്ക് തന്നെ സലിംകുമാർ സ്വന്തമാക്കി മാറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രവാസ ജീവിതത്തെ കുറിച്ചുള്ള തമാശകളും തിരിച്ച് കേരളത്തിൽ വന്ന് അദ്ദേഹം നടത്തുന്ന ചില നിരീക്ഷണങ്ങളും എല്ലാം തന്നെ പിന്നീട് കൾട്ടായിട്ട് മാറുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതേപോലെ മായാവി, പിന്നെ ഗ്രാമഫോണിലൊരു ഒരു സ്വഭാവ നടൻ കൂടിയായിട്ടാണ് അതിൽ തബലിസ്റ്റ് ഭാസ്കരൻ വരുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ്. അതിൽ വളരെ ആഴത്തിലുള്ള ഹ്യൂമർ ഉണ്ട്, പാത്തോസ് ഉണ്ട്, ദുഃഖമുണ്ട്, എല്ലാം കടന്ന ഒരു കഥാപാത്രമാണ്. അതുപോലെ തൊമ്മനും മക്കളും, ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ നമുക്ക് സ്വന്തമായി ഒരു സ്പേസ് സൃഷ്ടിക്കുന്ന സലിംകുമാറിന്റെ കഥാപാത്രത്തെ കാണാൻ പറ്റും. ആ ഒരു സമയത്ത് ഏതാണ്ട് പൂർണ്ണമായും സലിംകുമാർ ഹാസ്യ നടൻ എന്നുള്ള നിലയിൽ തന്റെ ഇടം മലയാളത്തിൽ ഉറപ്പിച്ചു കഴിയുന്ന ഒരു സമയമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഹരി സലീം കുമാറിന്റെ കോമഡി കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ കോമഡി കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ സലീം കുമാറിന്റെ ആക്ടിങ് മെത്തേഡിനെ പറ്റി നമുക്ക് എന്തായാലും പറയാതെ പോകാൻ പറ്റില്ല. അദ്ദേഹം കോമഡി കൈകാര്യം ചെയ്യുന്ന ഒരു രീതി, അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി ഒരു തരം ഹൈപ്പർബോളിക് റിയലിസം അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചറിസ്റ്റിക് റിയലിസം എന്നൊക്കെ നമുക്ക് പറയാം. അതായത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു അഭിനയ ശൈലി. അദ്ദേഹത്തിന്റെ ശരീരഭാഷ നോക്കി കഴിഞ്ഞാൽ അതിനൊരു എലാസ്റ്റിസിറ്റി ഉണ്ട്. വെറുതെ വന്ന് ഡയലോഗ് പറഞ്ഞു പോകുകയല്ല, പകരം അദ്ദേഹം ശരീരം കൊണ്ട് തന്നെ ഒരു വിഷ്വൽ ലാംഗ്വേജ് സൃഷ്ടിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കഥാപാത്രങ്ങളുടെ നടത്തം, നോട്ടം, ഈ കൈകൾ കൊണ്ടുള്ള ആംഗ്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ കഴുത്ത് വെട്ടിക്കുന്നത്, ഇതൊക്കെ ഒരു എക്സാജറേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും പക്ഷെ കാണുന്ന പ്രേക്ഷകന് അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു അഭിനയമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ മായാവി സിനിമയില് ഇവര് ഈ KPSL എടുത്തോട് സംസാരിച്ചതിന് ശേഷം മമ്മൂട്ടി സലിംകുമാർ തിരിച്ച് നടക്കുന്ന സമയത്ത് മമ്മൂട്ടിയെ മറികടന്ന് പോകുന്ന സലിംകുമാറിന്റെ നടത്തമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ക്ലാസിക് സലിംകുമാർ സീൻ. അതെ. ഈ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂട്ടി വരെ സൈഡ് ആക്കി നിർത്തുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് അതൊക്കെ. അതെ. അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി പിന്നെ ഈ ഹോളിവുഡ് നടൻ ജിം കാരിയുമായിട്ട് സാമ്യമുള്ളതായിട്ട് പറയുന്നുണ്ട്. ജിം കാരിയും സലീം കുമാറും തമ്മിലുള്ള ഒരു സാമ്യത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ ഫിസിക്കൽ കോമഡിയും മുഖത്ത് കൊണ്ടുവരുന്ന ഇവരുടെ രൂപമാറ്റങ്ങളും രൂപഭേദങ്ങളും, ഇവര് രണ്ടുപേരും ശരീരത്തിലും മുഖത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്ന് കോമഡി ജനറേറ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഈ തിളക്കം സിനിമയിലെ കഞ്ചാവ് വലിച്ച് കിറിഞ്ഞിരിക്കുന്ന സലിംകുമാറിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ്, അതുപോലെ പാണ്ടിപ്പടയില് പിന്നെ ഇതേപോലെ എനിക്ക് തോന്നുന്നു വെട്ടൊക്കെ കൊണ്ട് കുറെ ബാൻഡേജും ധരിച്ച് ഇരിക്കുന്ന ഈ സലിംകുമാറിന്റെ ഒക്കെ ഇരുത്തം, ചില നോട്ടങ്ങൾ, നടത്തം, ഇതിലെല്ലാം തന്നെ അദ്ദേഹം കോമഡി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് പലതും സ്ക്രിപ്റ്റിൽ ഉള്ളതല്ല,
പക്ഷെ തന്റെ ഇംപ്രൊവൈസേഷൻ കൊണ്ടും തന്റെ അസാമാന്യമായിട്ടുള്ള ആ ഒരു അഭിനയ ശേഷി കൊണ്ടും അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്ന ചില നർമ്മ മുഹൂർത്തങ്ങൾ കൂടിയാണ്. അത് സലീം കുമാറിന്റെ മാത്രം ചില സംഭാവനകളാണ്. അതെ, അതെ. ഈ സ്ലാപ്സ്റ്റിക് കോമഡി അതിന്റെ പീക്കിൽ എത്തിക്കാൻ സലീം കുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് നേരത്തെ പറഞ്ഞ ജിം ക്യാരിയും അദ്ദേഹവും ഏകദേശം ഇതുപോലെയുള്ള തരത്തിലാണ് സ്ലാപ്സ്റ്റിക് കോമഡി ഒക്കെ കൊണ്ടുവരാറുള്ളത്. അതെ. പിന്നെ സലീം കുമാറിന്റെ കണ്ണുകള് വലുതാണല്ലോ. അപ്പൊ ഈ കണ്ണുകൾ കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് പെർഫോമൻസ് ചെയ്യാറുണ്ട്. വളരെ ഫാസ്റ്റ് ആയി ഇമോഷൻസ് ഒക്കെ റിഫ്ലക്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് തരം ഇമോഷൻസ് എടുത്താലും പുള്ളിക്ക് പെട്ടെന്ന് എന്താണ് കണ്ണുകൾ കൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. മലയാളത്തിലെ ഒരുപാട് നടന്മാർ കൊമേഡിയൻസ് ആയിട്ട് വന്ന് പിന്നീട് അവർ ഗൗരവമായ കഥാപാത്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ചിലര് വില്ലന്മാരായി വന്ന് പിന്നെ കൊമേഡിയൻസ് ആയിട്ടുണ്ട്. ഇങ്ങനെ വലിയ മാറ്റങ്ങൾ ഇവരുടെ കരിയർ ശ്രദ്ധിച്ച് നമുക്ക് കാണാൻ പറ്റും. സലീം കുമാറും അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് വിധേയനാവുന്നുണ്ട്. അദ്ദേഹം വളരെ സീരിയസ് ആയ കഥാപാത്രങ്ങളിലേക്ക് മാറുന്നുണ്ട്. ആ, ആ, ലാൽ ജോസ് തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബ്രേക്ക് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ മീശമാധവന്റെ കാര്യം പറഞ്ഞിരുന്നു. അതേപോലെ അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ആവുന്ന ഒരു സിനിമ അച്ഛനുറങ്ങാത്ത വീടാണ്. അതിലെ ഈ പെൺകുട്ടികളുടെ അച്ഛൻ ആയിട്ടുള്ള സലീം കുമാറിന്റെ ആ ഒരു പകർന്നാട്ടം മലയാളികളെ ഞെട്ടിച്ചു കളഞ്ഞൊരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന് അതിന് പുരസ്കാരം കിട്ടുന്നുണ്ട്. മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ നടക്കുന്നുണ്ട്. ആ പിന്നെ എന്നെ പേഴ്സണലി ഞെട്ടിച്ച ഒരു കഥാപാത്രം എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കഥാപാത്രം ബ്രിഡ്ജ് എന്നുള്ള സിനിമയിൽ, അത് കേരള കഫേ എന്നുള്ള ഒരു ആന്തോളജി സീരീസിലെ ബ്രിഡ്ജാണ്. തന്റെ സ്വന്തം അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് പോകേണ്ടി വരുന്ന ഒരു മകന്റെ റോളിൽ സലീം കുമാർ വരുന്നത്. ആ ചിത്രം കണ്ട എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു റോള് സലീം കുമാറിന്റെ ആ മകന്റെ കഥാപാത്രമാണ്. അൻവർ റഷീദ് സംവിധാനം ചെയ്ത ബ്രിഡ്ജ് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഒരുപക്ഷെ ഒരു സ്പിൻ ഓഫ് ഒക്കെ ആയിട്ട് ഒരു വലിയ സിനിമയായി ഒരു വലിയ മുഴുതിയുള്ള കഥാപാത്രമായിട്ടൊക്കെ വരാനുള്ള ശേഷിയോ ആഴമുള്ള ഒരു കഥാപാത്രമായിട്ട് ബ്രിഡ്ജിലെ സലീം കുമാർ മാറുന്നുണ്ട്. അതുപോലെ ആദാമിന്റെ മകൻ അബു, അത് നമ്മളായിട്ട് പറയേണ്ടതില്ല. ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത കഥാപാത്രമാണ്. ദേശീയ പുരസ്കാരം കിട്ടിയ കഥാപാത്രമാണ്. ആദാമിന്റെ മകൻ അബുവിനെ കുറിച്ച് ഒരു തമാശ ഞാൻ കേട്ടിട്ടുള്ളത്, ഈ ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഇതൊരു കോമഡി ചിത്രമാണ് സലീം കുമാറിന്റെ എന്നുള്ള പ്രതീക്ഷയിൽ ഈ സിനിമ കാണാൻ പോവുകയും വളരെ നിരാശയോടുകൂടി കോമഡി ഇല്ല പക്ഷെ അഭിനയം കൊണ്ട് അദ്ദേഹം ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയുന്ന അനുഭവം എവിടെയൊക്കെ വായിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ സലീംകുമാറിന്റെ ഗൗരവമുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ക്വീൻ സിനിമയിലെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള സലീംകുമാറിന്റെ പ്രകടനം, എനിക്ക് തോന്നുന്നു പിങ്ക് എന്നുള്ള ഹിന്ദി സിനിമയിലെ അമിതാഭ് ബച്ചൻ ചെയ്ത ഒരു അഡ്വക്കേറ്റ് കഥാപാത്രമുണ്ട്. ഫെമിനിസം എന്താണെന്ന് വളരെ സിമ്പിളായ ഭാഷയിൽ താങ്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ്. ഏതാണ്ട് അതിനോടൊക്കെ സാമ്യത ഉള്ള ഒരു കഥാപാത്രമായിട്ട് സലീംകുമാർ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരേ സമയം കോമഡി കഥാപാത്രങ്ങളും വളരെ സീരിയസ് ആയ കഥാപാത്രങ്ങളും ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സലീംകുമാറിന്റെ സിനിമകളുടെ ഒരു പ്രത്യേകത എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ നമുക്ക് ചിലപ്പോൾ കൃത്യമായ വാക്കുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. നമ്മൾ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും നമ്മൾ നാച്ചുറലായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളായി ഉപയോഗിക്കുന്നത് സലീം കുമാറിന്റെ ഡയലോഗുകളാണ്. ഇപ്പൊ ഉദാഹരണത്തില് ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന് വൺ മാൻ ഷോയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അത് പ്രതീക്ഷയില്ലാത്തൊരു പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു പരിശ്രമം പരാജയപ്പെടുമ്പോൾ നമ്മളോടും സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയും, പഴയ ലിപി ആയതുകൊണ്ട് കൊള്ളാം, പഴയ ലിപി ആയതുകൊണ്ടാണ്, പുതിയ ലിപി ആയിരുന്നെങ്കിൽ ഞാൻ കലക്കിയേനെ. അപ്പൊ അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പൊ ഒരെണ്ണം കൂടെ പറയുകയാണെങ്കിൽ ഇപ്പൊ സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലും ഒരു ബാറ്റിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ നിന്റെ അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇത് ഡയലോഗുകൾ സലീം കുമാർ മലയാള ഭാഷയ്ക്ക് തന്നെ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ ഈ കൾട്ട് ഡയലോഗുകളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മീം കൾച്ചറിലേക്ക് സലീം കുമാർ നടന്നു കയറുന്നത്. കാരണം മലയാളത്തിൽ സോഷ്യൽ മീഡിയ വരുന്നു, മൊബൈൽ റവല്യൂഷൻ നടക്കുന്നു, സംസാരത്തിനും വാക്കുകൾക്കും പകരം നമ്മൾ ചിത്രങ്ങളും മീമുകളും ഉപയോഗിക്കുന്നു. ഈ കാലത്തും സലീംകുമാർ ട്രെൻഡാണെന്നുള്ളതാണ്. സലീംകുമാറിന്റെ പല കഥാപാത്രങ്ങളും പല ഡയലോഗുകളും പിന്നീട് മീം കൾച്ചറിൽ ഒരു റവല്യൂഷൻ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. മലയാളികൾ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം സലീംകുമാറിന്റെ പല ചിത്രങ്ങളും മീമുകളും സ്റ്റിക്കറുകളും ഒക്കെ അയച്ചു കൊടുത്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഡിജിറ്റൽ കാലത്തും ആ നടൻ തന്റെ ഇടം അവിടെ ഉറപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതെ. നമുക്ക് വേണമെങ്കിൽ സലീം കുമാറിന്റെ കഥാപാത്രങ്ങളെ ചാർലി ചാപ്ലിന്റെ കഥാപാത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ്. ഇപ്പോ ചാപ്ലിന്റെ ഭൂരിഭാഗം കഥാപാത്രങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, പാവപ്പെട്ടവരോ സൊസൈറ്റിയുടെ താഴെ തട്ടിലുള്ളവരോ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പൊ അവരുടെയൊക്കെ കഷ്ടപ്പാടുകളിൽ നിന്നാണ് ചാപ്ലിന് ഹ്യൂമർ സൃഷ്ടിക്കുന്നത്.
അപ്പൊ ഒരു തരത്തിൽ സലീം കുമാറും പല കഥാപാത്രങ്ങളിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പുലിവാൽ കല്യാണത്തിലെ മണവാളൻ. മണവാളൻ ഒരു വലിയ മുതലാളിയൊന്നുമല്ല. ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് പൈസ സമ്പാദിച്ച് കടക്കെണിയിലാവുന്ന ഒരു പാവം ഫൈനാൻസിയറാണ്. അതുപോലെ തന്നെ ഇപ്പൊ ബെസ്റ്റ് ആക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിലെ വടിവാൾ പ്രാഞ്ചി, ക്രേസി ഗോപാലിലെ ലക്ഷ്മണൻ എന്ന് പറയുന്ന കഥാപാത്രം, അത് നമ്മളെ ചിരിപ്പിക്കുകയും സിനിമയുടെ അവസാനം കരയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഥ പറയുമ്പോളിലെ സാഹിത്യകാരനായിട്ടുള്ള ദാസ് വടക്കേമുറി, നേരത്തെ ഹരി പറഞ്ഞ പോലെ മായാവിയിലെ കണ്ണൻ സ്രാങ്ക്, പിന്നെ സൂത്രധാരനിലെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ വീട്ടിലെ അവസ്ഥ കൊണ്ട് ട്രാൻസ്ജെൻഡർ ആയി വേഷം കെട്ടിയ ലീലാ കൃഷ്ണൻ. പിന്നീട് ഈ ഒരു ഇൻസ്റ്റാ കാലത്ത് ഈ ജെൻസി പലപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിനെ ലീലാകൃഷ്ണൻ എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള ഒരു അതെ അതെ സംഗതി ഉണ്ട് അല്ലെ? അതെ 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 അതെ. അപ്പോ എനിക്ക് തോന്നുന്നു അങ്ങനെ ബുദ്ധിമുട്ടുകളിൽ നിന്നുണ്ടാക്കുന്ന ചിരി, ചാപ്ലിന്റെ ഒരു ശൈലി ഉണ്ടല്ലോ. അപ്പൊ സലീം കുമാറിന്റെ പൊതുവായ ഒരു ശൈലി, അതിൽ ഹ്യൂമർ മാത്രമേ നമ്മൾ പുറത്ത് കാണുന്നുള്ളൂ. അതിന്റെ ഉള്ളില് ഇങ്ങനെ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ താഴേക്കിടയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹരി പറഞ്ഞ പോലെ സീരിയസ് കഥാപാത്രങ്ങളൊക്കെ വളരെ അനായാസമായിട്ടാണ് അദ്ദേഹം ചെയ്തത്. സലീം കുമാറിന്റെ വാക്കുകൾ കൊണ്ടുള്ള ഒരു കളി അല്ലെങ്കിൽ ഒരു വേർഡ് പ്ലേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. അദ്ദേഹത്തിന്റെ പല സിനിമകളിലും അദ്ദേഹം തമാശ സൃഷ്ടിക്കുന്നത് നമ്മളൊക്കെ നിത്യേന ഉപയോഗിക്കുന്ന പല വാക്കുകളെയും വളരെ രസകരമായിട്ട് ഒന്ന് തിരിച്ചിട്ടുകൊണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ്. ഉദാഹരണത്തിന് അദ്ദേഹം ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട്. അദ്ദേഹം മദാലസ എന്നുള്ളത് മസാല ദോശ എന്ന് പറയുന്നു, തിരിച്ചും പറയുന്നു. അതുപോലെ മായാവി എന്നുള്ള സിനിമയിൽ ന്യായാവി എന്ന് അദ്ദേഹം പറയും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു മായാവി തന്നെയാന്ന് തോന്നുന്നു, നിരപരാധി ആണെങ്കിൽ ഇവൻ നിരപരാധനാണ് എന്നുള്ള ഒരു വാക്ക് നമുക്ക് കാണാൻ തിളക്കത്തില് വഞ്ചനെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ പെട്ടെന്ന് നമുക്ക് സാധാരണ എന്ന് തോന്നുന്ന പല വാക്കുകളിൽ നിന്നും അദ്ദേഹം ചെറിയ ചില ട്വിസ്റ്റുകളിലൂടെ ഉണ്ടാക്കുന്ന ചില കോമഡികളും, അത് ആ സിനിമ ഇറങ്ങിയ കാലത്തും പിന്നീട് മീമുകളുടെ കാലത്തും ഒക്കെ അത് വളരെ ആഴത്തിൽ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ചില വാക്കുകൾ, ചില തമാശകളൊക്കെയാണ്. ഈ സലീം കുമാർ അദ്ദേഹത്തിന്റെ ഏറ്റവും പീക്ക് സമയത്ത് ദിലീപ്, സലീം കുമാർ, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, ഈ ഒരു 4 പേരുടെ കൂട്ടുകെട്ട് മലയാളത്തിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു കോമഡി സംഘമായിട്ട് മാറുന്നതും ഒരുപാട് സിനിമകളിൽ ഇവർ മലയാളികളെ ചിരിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് സലീം കുമാർ ഒറ്റയ്ക്കൊരു വളർച്ച അല്ലെ അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. അപ്പൊ ഹരി പറഞ്ഞ പോലെ ദിലീപ് എന്ന് പറയുന്ന ഒരു നടന്റെ വളർച്ചയിലും സലീം കുമാർ എന്ന് പറയുന്ന ഹാസ്യ കഥാപാത്രത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അതെ അതെ, മിക്ക സിനിമകളിലും വളരെ ശക്തനായ ഒരു സഹകഥാപാത്രമായിട്ട് സലീം കുമാർ ഈ സിനിമകളെല്ലാം തന്നെ വരുന്നുണ്ട്. സിനിമയിലെ സലീം കുമാറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യക്തി ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും നമുക്ക് അറിയാം. അദ്ദേഹം അത് തുറന്നു പറയാൻ മടിയില്ലാത്ത ആളായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ പഴയ ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ മതപരമായ ആചാരങ്ങളൊന്നും വേണ്ട, അതില്ലാതെ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ മതപരമായ എല്ലാ ചടങ്ങുകളും ഒഴിവാക്കിയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തിയത്. അതേപോലെ ഈ വർഗീയതക്കെതിരെയൊക്കെ ശക്തമായ നിലപാട് അദ്ദേഹം പലപ്പോഴും എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും പലസ്തീൻ വിഷയത്തിലൊക്കെ ഇതുപോലെ ഏറ്റവും അധികം ബാധിക്കപ്പെട്ട മനുഷ്യരുടെ കൂടെ ആണ് താൻ നിൽക്കുന്നതെന്നൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് തന്നെ വളരെ വിചിത്രമായ ഒരു പേരാണല്ലോ. മലയാളത്തിന്റെ ഒക്കെ കേരളത്തിന്റെ ഒരു സാംസ്കാരിക സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ സലീം കുമാർ എന്നുള്ള പേരിനെ നോക്കും. ആ പേരിനെ കുറിച്ചൊരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സലീം എങ്ങനെ വന്നു എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ വളരെ ആഴത്തിലുള്ള അയ്യങ്കാളിയുടെയും മറ്റും ഈ സാമൂഹ്യ പരിഷ്കരണ നയങ്ങളാൽ ആകർഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും നല്ല ആഴത്തിലുള്ള ഒരു മതേതര സാമൂഹിക ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം തന്റെ മകന്റെ പേരിടുന്ന സമയത്ത് ആ പേരിലൂടെ മതം തിരിച്ചറിയണ്ട എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ആ മതേതരനായ പിതാവ് അദ്ദേഹത്തിന് സലീം കുമാർ എന്നുള്ള ഒരു പേര് കൊടുക്കുന്നത്. അപ്പൊ സലീം എന്ന പേര് ഒരു മുസ്ലിം പേരാണെങ്കിലും ഒരു ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ജനിച്ച തന്റെ മകന് അദ്ദേഹം സലിം എന്നുള്ള പേരിടുന്നത് അത്തരത്തിലും അന്നത്തെ ഒരു സാമൂഹിക വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോ സലീം എന്ന പേരിന്റെ കൂടെ കുമാർ വന്നതിനും ഒരു കഥയുണ്ട്. അപ്പൊ ഈ സലീം എന്ന പേരുകൊണ്ട് അദ്ദേഹം പഠിച്ചത് ചിറ്റാറ്റുപുഴ LP സ്കൂളിലാണ്. അപ്പൊ അവിടെ ചേർക്കാൻ ചെന്നപ്പോ അവിടെ വെച്ച് സലീം എന്ന പേര് കേട്ടപ്പോ സാധാരണഗതിയിൽ ഒരു മുസ്ലിം കുട്ടിയുടെ പേരാണെന്ന് അവിടുത്തെ സ്കൂൾ അധികൃതർ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛനും അന്ന് ഇതേക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അധ്യാപകർ പേരിനൊപ്പം കുമാർ എന്ന് ചേർത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സലീം കുമാർ
ആയത് സലീമിന്റെ കൂടെ കുമാറും കൂടെ ചേർത്ത് സലീം കുമാർ പറയുന്നത് അവരെന്നെ ഹിന്ദു ആക്കി എന്നാണ്. അപ്പൊ 5ാം ക്ലാസ് വരെ ഞാൻ മുസ്ലിം ആയിരുന്നു. 5ാം ക്ലാസ്സിന് ശേഷം വിശാല ഹിന്ദു ആയിരുന്നു സലീം കുമാർ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ സലീം കുമാറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചാണെങ്കിലും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ ആണെങ്കിലും. അപ്പൊ ഒരു നടൻ മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാതാവുമ്പോഴല്ല, മറിച്ച് അദ്ദേഹത്തെ ജനങ്ങൾ ഓർക്കാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു നടൻ മരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ശ്രീനിവാസനൊക്കെ മരിച്ച സമയത്ത് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ ഇതുപോലെ ഒരു ദിവസമെങ്കിലും പറയാത്ത മലയാളി ഉണ്ടാവില്ല. അതുപോലെ തന്നെ സലീം കുമാറിന്റെ ഡയലോഗ് ഒരു ദിവസം പോലും പറഞ്ഞു പോവാത്ത ഒരു മലയാളിയും കാണില്ല. അപ്പോ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ സലീം കുമാറിന് മരണമില്ല എന്ന് നമുക്ക് പറയാം. അദ്ദേഹം രൂപപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെതായ സ്വതസിദ്ധമായ ഒരു ശൈലി, അദ്ദേഹത്തിന്റെ ആക്ടിങ് മെത്തഡോളജി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാഷാ പ്രയോഗങ്ങള്, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം ഈ വരുന്ന ഒരു ജനറേഷന്, തലമുറയ്ക്ക് വരുന്ന അഭിനേതാക്കൾക്ക് യഥാർത്ഥത്തിൽ ഒരു പുസ്തകം തന്നെ ആയിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സലീം കുമാർ എന്ന് പറയുന്ന നടൻ ഇന്നും എന്നും മലയാളികളുടെ കൂടെ തന്നെ ഉണ്ടാവും. സലീം കുമാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചർച്ച ചെയ്തു. ഇടയ്ക്ക് വിട്ടുപോയൊരു കാര്യം, അദ്ദേഹം കൗമുദി വീക്കിലിയില് ഒരു കോളമിസ്റ്റ് ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇടിവെട്ട് എന്നൊരു പങ്ക്തി അത് വായനക്കാർക്കിടയിൽ വളരെ പോപ്പുലർ ആയിരുന്നു. അത് വായിക്കാനായി മാത്രം കൗമുദി വാങ്ങിച്ച ആൾക്കാരുണ്ട് എന്നൊക്കെ പലപ്പോഴായിട്ട് മലയാളികൾ കേട്ടറിഞ്ഞ കാര്യമാണ്. അങ്ങനെ മലയാളത്തിന്റെ ഒരു ബഹുമുഖ പ്രതിഭയാണ് നമ്മളെ വിട്ട് പിരിഞ്ഞത്. ഒരു നല്ല മനുഷ്യനായിരുന്നു, ഒരു ഗംഭീര നടനായിരുന്നു, മലയാളികളെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, അത് ക്ലീശയാണെങ്കിൽ പോലും സലീം കുമാറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. എല്ലാ തലമുറയിലും താൻ ജീവിച്ചിരുന്ന സമയത്തെ 80കളിലെ, 90കളിലെ, 2000-ലെ ഏറ്റവും പുതിയ അൽഫ ജനറേഷന് വരെ തന്റെ അഭിനയം കൊണ്ടും തന്റെ ചില നോട്ടങ്ങൾ കൊണ്ടും ചില ചേഷ്ടകൾ കൊണ്ടും എല്ലാം സ്വാധീനിച്ച, പഴയ കാലത്തും പുതിയ കാലത്തും മൊബൈൽ ഫോണിന്റെ ഈ അതിവേഗ കാലത്തും മീമുകളുടെ ലോകത്തും എല്ലാം നിറഞ്ഞു നിന്ന സലീം കുമാറാണ് നമ്മളെ വിട്ട് പിരിഞ്ഞത്. അടുത്തടുത്ത മാസത്തിനിടയിലാണ് നമുക്ക് 2 പ്രധാനപ്പെട്ട പ്രതിഭകളെ നഷ്ടപ്പെട്ടത് മലയാള സിനിമയ്ക്ക്. ഒന്ന് ശ്രീനിവാസൻ, ഏതാണ്ട് മാസങ്ങളുടെ ഇടവേളയിൽ ഇപ്പോൾ സലീം കുമാർ. ആ നഷ്ടം വളരെ വലുതാണ്, നികത്താനാവാത്തതാണ്. ഒരിക്കൽ കൂടി സലീം കുമാർ എന്ന മഹാപ്രതിഭയ്ക്ക് സിനിമാ നോട്ടത്തിന്റെ ആദരാഞ്ജലികൾ.